ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നേന്ത്രപ്പഴം വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള പഴം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഒട്ടും വെള്ളം തന്നെ ചേർത്തെടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതുപോലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണേ. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കിട്ടില്ല, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവും കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു രീതിയിലാക്കി എടുക്കുക. ഇനി നല്ലോണം സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സേവനാഴിയിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇടിയപ്പം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാഴയിലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇടിയപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആവിയായിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പലഹാരമായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വെറും 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ട് റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്